UGC നെറ്റ് പേപ്പർ 2 സൈക്കോളജിയുടെ PYQ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് ചോദിക്കാനുള്ളത്. വളരെ ഡീപ്പായിട്ട് മനസ്സിലായാൽ മാത്രമേ ഇത്തരം ഉത്തരങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ക്രോണോളജിക്കൽ ഓർഡറിൽ പ്ലേസ് ചെയ്യാനാണ് ഇവിടെ ചോദ്യത്തിൽ പറയുന്നത്. സാധാരണഗതിയിൽ എല്ലാ വർഷവും നിങ്ങൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ഇതേപോലെ ക്രോണോളജിക്കൽ ഓർഡറിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാ വർഷങ്ങളും മനസ്സിലാക്കണമെന്നില്ല ശരിക്ക്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തല്ലോ, ഓപ്ഷനിലേക്ക് നോക്കിയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷനിൽ ഒറ്റ ഓപ്ഷൻ മാത്രം സെയിം വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഈ 4 ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 4 ഓപ്ഷനും ഒന്ന് മാത്രം വരുന്നതില്ല ശരിക്കും. ഇവിടെ ഉണ്ട് ABCD. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, ABCD. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആദ്യം വന്നത് ഏതാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പല ആളുകൾക്കും എല്ലാ വർഷമൊന്നും അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. നമുക്ക് ഏതായാലും ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. MBTE, MMPI, റോഷാക്ക് ഇങ്ക്ബോർഡ് ടെസ്റ്റ്, 16PF, NEO-PI, ഇത് ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ആദ്യം വന്നത് ഏതാണ് നോക്കാം, പിന്നെ ഓരോ ഘട്ടമായിട്ട് നെക്സ്റ്റ് നോക്കാം. ഇതിൽ ആദ്യം വന്ന ടെസ്റ്റ് റോഷാക്ക് ഇങ്ക്ബോർഡ് ടെസ്റ്റാണ്. നമുക്കതിനെക്കുറിച്ച് ഓരോന്നിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വരാറുണ്ട് കേട്ടോ, എല്ലാ വർഷവും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാ വർഷവും അല്ലെങ്കിൽ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ. അപ്പോൾ ഇത് ശരിക്ക് നോക്കേണ്ടതാണ്. നമുക്ക് നോക്കാം റോഷാക്ക് ഇങ്ക്ബോർഡ് ടെസ്റ്റ്. ഇത് വർഷം ശരിക്കും ശ്രദ്ധിക്കണം, 1921 1921 റോഷാക്ക് ഇങ്ക്ബോർഡ് ടെസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അത് ഏറ്റവും ആദ്യമായിട്ട് മറ്റ് ടെസ്റ്റുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ ടെസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് 1921 വന്ന ടെസ്റ്റാണ്. ഇതാണ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് C ആണ്. അപ്പോൾ ആൻസർ ഇതാണ് ശരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളത് കൂടെ നമുക്ക് നോക്കാം. റോഷാക്ക് ഇങ്ക്ബോർഡ് ടെസ്റ്റ് ഇത് ഡെവലപ്പ് ചെയ്തത് ഹെർമൻ റോഷാക്ക് എന്ന് പറഞ്ഞ ആളാണ്. ഡെവലപ്ഡ് ബൈ ഹെർമൻ റോഷാക്ക്. ഈ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ. ഈ ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് 6-7 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടും. ഹെർമൻ അത്ര എഴുതിയിട്ടുള്ളൂ. റോഷാക്ക് ഇദ്ദേഹം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച്. ഇദ്ദേഹം ഒരു സ്വിസ് സൈക്കാട്രിസ്റ്റ് ആണ്. സ്വിസ് സൈക്കാട്രിസ്റ്റ്. ഇത് ഒരു തരത്തിലുള്ള 10 കാർഡുകളാണ്. 10 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റോഷാക്ക് ടെസ്റ്റിനെ കുറിച്ച്. 10 വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകളാണ് റോഷാക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ചിത്രം കാണിച്ചു തരാം.
അതിൽ ഇത് നോക്കുക, ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയത് എന്തായി, ഇത് കണ്ടോ, ഇതുപോലുള്ള 10 വ്യത്യസ്ത തരത്തിലുള്ള കാർഡുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, 3 വ്യത്യസ്ത തരത്തിലുള്ള കാർഡുകൾ ഇതിലുണ്ട്. ഒന്ന് ബ്ലാക്ക് മാത്രമുള്ള കാർഡുകളുണ്ട്, കണ്ടോ, ബ്ലാക്ക് കാർഡുകൾ 4 എണ്ണം ഉണ്ട് അല്ലേ, 5 എണ്ണം ഉണ്ട് ബ്ലാക്ക് മാത്രമുള്ള കാർഡുകൾ. പിന്നെ റെഡും ബ്ലാക്കും ഉള്ള കാർഡുകളുണ്ട് അല്ലേ. പിന്നെ അതുപോലെ മൾട്ടിപ്പിൾ കളേഴ്സുള്ള കാർഡുകളുണ്ട്. ഇത് ഒരു കുട്ടി ആരെയാണോ ആരുടെ എന്താണ് ആരെക്കുറിച്ചാണോ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അവരുടെ എന്താണ് വിവരങ്ങൾ ശേഖരിക്കാൻ ഈ കാർഡുകൾ കാണിച്ചു കൊടുക്കുക ചെയ്യാം. ഈ കാർഡിൽ കാണിച്ചു കൊടുത്തിട്ട് ഈ ചിത്രങ്ങൾ നോക്കുക. ഇത് അംബീഗ്യസ് ആയിട്ടുള്ളൊരു ചിത്രമാണല്ലോ. ഇത് 10 സിമെട്രിക്കൽ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അവരോട് പറയാൻ പറയും, നിങ്ങൾ ഇതിൻ്റെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്. അപ്പം അത് അവരുടെ റിപ്ലൈയുടെ ബേസിൽ അവരെന്ത് ചെയ്യും, ഓരോ കൃത്യമായിട്ടുള്ള റിപ്ലൈ ഇതിനുണ്ട്. അവരുടെ റിപ്ലൈയുടെ ബേസിൽ എന്ത് ചെയ്യും, അവരൊരു കൺക്ലൂഷനിലെത്തുക ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. ഇത് പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ലെങ്കിൽ ടെസ്റ്റ് വളരെ ഫേമസ് ആണ്. ഇതിൻ്റെ ഈ ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സിമെട്രിക്കൽ പിക്ചറാണ്. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഇതിനെ കറക്റ്റ് 2ആയിട്ട് വേർതിരിച്ച് കഴിഞ്ഞാൽ ഇതിനെ 2 സൈഡും ഈക്വലാണ് ഇരിക്കും അല്ലേ. ഈ ചിത്രം നേരെ നടുവിൽ മുറിച്ച് കഴിഞ്ഞാൽ 2 സൈഡും ഈക്വൽ ആയിരിക്കും. അതിനാണ് സിമെട്രിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് 10 സിമെട്രിക്കൽ ഇങ്ക് ബോർഡ്സ് ആണ്. 10 സിമെട്രിക്കൽ. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരിക ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, റോഷാക്ക് ഇങ്ക് ബോർഡ് ടെസ്റ്റിനെ കുറിച്ച് താഴെ പറയുന്നതിൽ തെറ്റായ ഇൻഫോർമേഷൻ ഏതാണ്. അങ്ങനെ ചോദ്യം വരും. അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമെട്രിക്കൽ ഉണ്ടാവും, ചിലപ്പോൾ അസിമെട്രിക്കൽ ഉണ്ടാവും. അപ്പോൾ സിമെട്രിക്കൽ ഇങ്ക് ബോട്ടാണത്, ഇങ്ക് ബോട്ട്. ഇത് മെയിനായിട്ട് വ്യക്തിയുടെ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണിത് യൂസ് ചെയ്യുന്നത്. അനലൈസ് അൺകോൺഷ്യസ് മൈൻഡ്. അത് സിമ്പിളാണ്. എന്താണ്, പേഷ്യൻസിനോട് അല്ലെങ്കിൽ ക്ലയൻറ്റിനോട് എന്ത് ചെയ്യുകയാണ്, ഈ ചിത്രം നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, വിശദീകരിക്കാൻ പറയും. അങ്ങനെ വിശദീകരിച്ചതിന് ശേഷം സൈക്കോളജിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ റിപ്ലൈയുടെ ബേസിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, കോൺഫ്ലിക്റ്റ്, ഇമോഷണൽ ഫങ്ഷനിങ്സ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ് their clients underlying personality dynamics. അതുപോലെ തന്നെ ഇമോഷണൽ ഫങ്ഷൻസ്. അപ്പോൾ ഇതാണെന്ത്, റോഷാക്ക് ഇങ്ക് ബോർഡ് ടെസ്റ്റ്. ഈ ഒറ്റ ടോപ്പിക്കിൽ നിന്ന് തന്നെ ചിലപ്പോൾ 2-3 ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതിലേറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഹലോ, ഓക്കെ, ഒന്നുകൂടെ പറയാം. ഓക്കെ, മൈക്ക്, ഹലോ. ഇപ്പോൾ
റെഡിയാക്കാം. ഒറ്റ മിനിറ്റ്. ഓക്കെ ഒറ്റ മിനിറ്റ്. ഇത് മൈക്ക് കേബിള് ജസ്റ്റ് ചേഞ്ച് വന്നാ. ഓക്കെ, ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ 1 ആണല്ലേ. ക്വസ്റ്റ്യൻ 1-ൽ നമ്മൾ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടൂളുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ 5 തരത്തിലുള്ള പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടൂൾസുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ പ്ലേസ് ചെയ്യാനാണ് ചോദ്യം പറഞ്ഞിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, റോഷാക്ക് ഇങ്ക്ബോ ടെസ്റ്റ്. നമുക്ക് ഇതിലേറ്റവും ആദ്യം വന്നിട്ടുള്ളത് റോഷാക്ക് ഇങ്ക്ബോ ടെസ്റ്റാണ്. ഈ ഒറ്റ ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്ക് ഒന്നിലധികം ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് 6, 7, 8 ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് റോഷാക്ക് ഇങ്ക്ബോ ടെസ്റ്റ് നോക്കാം. റോഷാക്ക് ഇങ്ക്ബോ ടെസ്റ്റ് 1921 റോഷാക്ക് ഇങ്ക്ബോ ടെസ്റ്റ് വന്നിട്ടുള്ളത്. അത് ഹെർമൻ റോഷാക്ക് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റാണ്. അദ്ദേഹമാണ് ഇതെന്ത് ഫോം ചെയ്തത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. ഓക്കെ, ഇത് നമ്മൾ ചിത്രം നേരത്തെ കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് പോലുള്ള 10 സിമെട്രിക്കലായിട്ടുള്ള ഇങ്ക്ബോട്ട് ടെസ്റ്റുകളാണ്. ഇതിൽ കണ്ടല്ലോ, ഈ സിമെട്രിക്കൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചിത്രം നമ്മൾ എടുത്തു നോക്കാം. ഈ ചിത്രം എടുത്തു നോക്കുന്ന സമയത്ത് ഇതിനെ നല്ല നടുവിൽ ഈക്വലായിട്ട് മടക്കി കഴിഞ്ഞാൽ 2 സൈഡും ഒരുപോലെ തോന്നിക്കും അല്ലേ. സെൻറ്ററിൽ നമ്മൾ മടക്കി കഴിഞ്ഞാൽ 2 സൈഡ് ഈക്വലായിട്ട് തോന്നിക്കും. അതിനാണ് സിമെട്രിക്കൽ എന്ന് പറയാം. സിമെട്രിക്കലായിട്ടുള്ള ഒരു ഇങ്ക്ബോട്ട് ടെസ്റ്റാണിത്. ഇത് ഒരു വ്യക്തിയുടെ അൺകോൺഷ്യസ് മൈൻഡിനെ വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇത് സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യും, ക്ലയൻറ്റിനോട് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ വിശദീകരിക്കുന്ന സമയത്ത് ഈ ട്രെയിൻഡ് സൈക്കോളജിസ്റ്റ് ഇവരുടെ പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ്, അവരുടെ ഇമോഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ അനലൈസ് ചെയ്തെടുക്കും. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഫോം ചെയ്തത് 1921 പിന്നെ അതിന് ശേഷം ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. 1921 ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ റോഷാക്ക് ഇങ്ക്ബോ ടെസ്റ്റ് ആണെന്ന് പറയാം. രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് 1943 വന്നിട്ടുള്ള 2 ടെസ്റ്റുകളാണ്. രണ്ടും 1943 തന്നെയാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് NBTI 1943, അതുപോലെ തന്നെ MMPI 1943. ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 1949 ഇത് പിന്നെ എന്ത് ചെയ്ത് കുറച്ചും കൂടെ വിശാലമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടാമതായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വന്നത് 2 വർഷമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എ എടുക്കാം, MBTI. MBTI ആണ് ഉദ്ദേശിക്കുന്നത് മേയേഴ്സ് ബ്രിങ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ. പറഞ്ഞ പോലെ 1943 ഇത് നിലവിൽ വന്നത്. ഈ ഒറ്റ ടോപ്പിക്കിൽ തന്നെ നമുക്ക് ഒരു 2-3 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു ചോദ്യം എങ്ങനെയായാലും നമുക്ക് ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും.
അപ്പോൾ ഈ 4 ഓപ്ഷൻ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതോടുകൂടി 5 ഓപ്ഷൻ വിശദമായിട്ട് പഠിക്കുന്നതോടുകൂടി 5 വ്യത്യസ്ത ചോദ്യങ്ങൾക്കാണ് നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയുക. 5 വ്യത്യസ്ത ചോദ്യങ്ങളാവില്ല, ഓരോന്നുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഏത് രീതിയിലും ചോദിക്കാം. നമ്മൾ സ്റ്റഡി രീതി അങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യൻ ഇൻഡെപ്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഒറ്റ ക്വസ്റ്റ്യനിൽ എപ്പോഴും 4-5 ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഇത് കൊണ്ടുവന്നത് ആരാണെന്ന് നോക്കാം. ജസ്റ്റ് ഡെവലപ്ഡ് ബൈ, നമ്മുടെ പേര് എഴുതാം, കാതറീൻ കൂക്ക് ബ്രിക്സ്. ഇവരാണ് ഇത് ഫോം ചെയ്തത്. പിന്നെ ഇവരുടെ ഡോട്ടറും കൂടി ഉണ്ട്. ആൻഡ് ഹെർ ഡോട്ടർ ഇസാബൽ ബ്രിക് മേയേഴ്സ്. അപ്പോൾ ഇസാബൽ ബ്രിക്സ് മേയറും കാതറീൻ കൂക്ക് ബ്രിക്സും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ടെസ്റ്റ് എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. 2 പേരുടെയും പേര് ഉൾപ്പെടുത്തിയിട്ടാണ് മേയേഴ്സ് ബ്രിക്സ് ടെസ്റ്റ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ മുമ്പ് ചർച്ച ചെയ്തിരുന്ന കാൾ ജങ്ങിൻ്റെ സൈക്കോളജിക്കൽ ടൈപ്സ്, തിയറി ഓഫ് സൈക്കോളജിക്കൽ ടൈപ്സ്, ഇതിൻ്റെ ബേസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ്. തിയറി ഓഫ് ഡെവലപ്ഡ് ബേസ്ഡ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ആ PPT ഞാൻ ഷെയർ ചെയ്യേണ്ടത്. തിയറി ഓഫ് സൈക്കോളജിക്കൽ ടൈപ്സ്. അത് കാൾ ജങ്ങിൻ്റെ തിയറിയാണ്. ബൈ കാൾ ജങ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇവിടെ പ്രധാനമായിട്ടും 16 ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണാലിറ്റി ടൈപ്സിനെ 4 പ്രിഫറൻസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. ഇതൊരു സെൽഫ് റിപ്പോർട്ട് ഇൻവെൻട്രിയാണ്. സെൽഫ് റിപ്പോർട്ട് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ എന്ത് ചെയ്യും, ഒരു ചോദ്യാവലി രൂപത്തിൽ ക്ലയൻറ്റിന് കൊടുക്കുന്നു. അവരെന്ത് ചെയ്യാണ്, ഈ ടിക്ക് ചെയ്തിട്ട് ഓരോ ഓപ്ഷനും ടിക്ക് ചെയ്തിട്ട് ആൻസർ തരികയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഒരു സെൽഫ് റിപ്പോർട്ട് ഇൻവെൻറ്ററി, സെൽഫ് റിപ്പോർട്ട് ഇൻവെൻറ്ററി ആണ്. ഇത് എന്താണ്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കാൾ ജങ്ങിൻ്റെ പേഴ്സണാലിറ്റി സൈക്കോളജിക്കൽ ടൈപ്സ്. ഈ കാൾ ജങ് 16 തരത്തിലുള്ള പേഴ്സണാലിറ്റികളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 16 തരത്തിലുള്ള പേഴ്സണാലിറ്റികൾ പറയുന്നുണ്ട്. ഈ 16 തരത്തിലുള്ള പേഴ്സണാലിറ്റികളെ ഇവരെന്ത് ചെയ്യാണ്, 4 വ്യത്യസ്ത കാറ്റഗറികളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, ഇതിൽ ഇദ്ദേഹം കാറ്റഗറൈസ്ഡ് individuals into
16 distinct personality. ഇതിന് 4 പ്രിഫറൻസുകളും കൊടുത്തിട്ടുണ്ട്. ഒന്നാണെന്ത്? എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ. ഇത് പ്രതീക്ഷിക്കുക, ചിലപ്പോൾ ഓപ്ഷനായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത് സെൻസിങ്, ഇൻഡ്യൂഷൻ. മൂന്നാമത് തിങ്കിങ്, ഫീലിംഗ്. നാലാമത് ജഡ്ജിങ്. പെർസീവിങ്. ഓക്കെ, ഇതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് അടുത്ത MMPT നോക്കാം. MMPT. MMPT എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതാം. മിനിസോട്ട മൾട്ടിഫാസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി. ഇത് 1943 തന്നെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും അതിൻ്റെ ഫുൾ സ്ട്രക്ചറിലേക്ക് വന്നത് 1949 അതുകൊണ്ട് ഇതിനെ നമുക്ക് രണ്ടാമതായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇത് ഡെവലപ്ഡ് ബൈ സ്റ്റാർക്ക് ആർ ഹാത്തവേ ആൻഡ് ചാർലി മെക്കിൻലി. സ്റ്റാർ ഹാത്തവേയും ചാർലി മെക്കിൻലിയാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇവർ രണ്ടുപേരും യൂണിവേഴ്സിറ്റി ഓഫ് മിനിസോട്ട മിനിസോട്ടയിലെ
പ്രൊഫസേഴ്സാണ് ഇവർ 2 പേരും. ഇതൊരു തരത്തിലുള്ള ഒബ്ജക്റ്റീവ് സൈക്കോമെട്രിക് ടെസ്റ്റാണ്. ക്ലിനിക്കൽ അസസ്മെൻറ്റ്, മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റീവ് സൈക്കോമെട്രിക് ടെസ്റ്റാണിത്. ഇത് എന്താണ്, എവിടെയാണ്? ഐ ആണ്. MMPI ആണ്, ഇൻവെൻട്രി. MMPI, യെസ്. എന്താ പറയുക, യെസ്, ഒബ്ജക്റ്റീവ് സൈക്കോമെട്രിക് ടെസ്റ്റാണിത്. സൈക്കോമെട്രിക് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു മെയിനായിട്ട് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ. മെയിനായിട്ട് നമുക്ക് പറയാം ഡിപ്രഷൻ, അതുപോലെ തന്നെ പാരനോയിയ, അതുപോലെ തന്നെ അങ്ങനെയുള്ള മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, ഇതൊക്കെ ഡിസ്കസ് ചെയ്യാം. ചോദ്യങ്ങൾ വരുന്നതിനനുസരിച്ച് ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് 16 PF ആണ്. 16 PF. സിക്സ്റ്റീൻ പി എഫ് ഇടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് 16 PF. 16 PF. PF 1949 വന്നിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇത് 1949 തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. പക്ഷേ ഇത് 1943 ഡെവലപ്പ് ചെയ്തിട്ട് 1949 അത് ചേഞ്ച് വരുത്തിയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതായതുകൊണ്ടാണ് ഇത് നമ്മൾ ആദ്യം പറഞ്ഞത്. പിന്നെ വരുന്നതാണ് 16 PF. 16 PF റൈമൺ കാറ്റലിൻ്റെ ഒരു മെത്തേഡാണ്. നോക്കാം. 16 personality factors. Questionnaire. ആയിരത്തി 1949 ഇത് ഡെവലപ്പ് ചെയ്തത്. ഡെവലപ്ഡ് ബൈ റൈമൺ കാറ്റൽ. ഇത് ഒരു തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ശരിക്കും. ഇത് നമ്മൾ ഫാക്ടർ 16 ട്രൈറ്റുകളെ പ്രത്യേകമായിട്ട് വേർതിരിച്ചിട്ട് അതിൻ്റെ ബേസിൽ ആളുകളുടെ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടൂളാണ്. ഓക്കെ,
ഇതിൻ്റെ ഫസ്റ്റ് എഡീഷനാണ് 1949 വന്നിട്ടുള്ളത്. മെയിനായിട്ട് ഹ്യൂമൻ പേഴ്സണാലിറ്റീസ് ലൈക്ക് ഹ്യൂമൻ നമുക്കിപ്പോൾ എന്താണ് റീസണിങ്, അതുപോലെ തന്നെ വാംത്ത്, അതുപോലെ തന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇനി നെക്സ്റ്റ് അടുത്തത് നിയോ പി ഐ. നിയോ പി ഐ നിയോ പി ഐ പി ഐ നിയോ പേഴ്സണാലിറ്റി ഇൻവെൻട്രി. ഇത് 1978 ഫസ്റ്റ് എഡീഷൻ വന്നു. പിന്നെ അതിന് ശേഷം 1985 അത് പൂർണ്ണമായിട്ടും എക്സ്പാൻഡ് ചെയ്തത്. ഇത് ഇത് മെയിനായിട്ട് ഡെവലപ്പ് ചെയ്തത് പോൾ കോസ്റ്റ. അതുപോലെ തന്നെ റോബർട്ട് ആർ മെക്രേ. ഇവർ കൂടിയിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇതിൽ ഈ ടെസ്റ്റ് ബിഗ് 5 പേഴ്സണാലിറ്റി ട്രൈറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്. ബിഗ് 5 പേഴ്സണാലിറ്റി ട്രൈറ്റ് മെഷേഴ്സ് ബിഗ് 5 പേഴ്സണാലിറ്റി ട്രൈറ്റ്. അതായത് ഒന്ന് ന്യൂറോട്ടിസിസം, രണ്ട് എക്സ്ട്രോവേർഷൻ, മൂന്ന് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, നാല് അഗ്രിയബിൾനെസ്, അഞ്ച് കോൺസൈൻഡിയോസ്നെസ്. ഇങ്ങനെ ഈ 5 ഫാക്ടേഴ്സിനെയാണിത് ഡെവലപ്പ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ വർഷം വരുന്നത് 1978 നമുക്ക് പറയാം. 1978. അപ്പോൾ ഇതിൽ ആൻസർ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് വരിക അല്ലേ. ആദ്യം ഡെവലപ്പ് ചെയ്തത് റോഷാക്ക് ഇങ്ക്ബോട്ട് ടെസ്റ്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം MBTI, പിന്നെ അത് കഴിഞ്ഞിട്ട് MMPI, അത് കഴിഞ്ഞതിന് ശേഷം 16PF, അത് കഴിഞ്ഞിട്ട്
യെസ്, നിയോ പി ഐ. യെസ്, നിയോ പി ഐ. അങ്ങനെ 5 അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണം. ഇനി നമുക്ക് റിസർച്ചുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ ആർക്കെങ്കിലും പറയാൻ കഴിയും? അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് സയൻറ്റിഫിക് റിസർച്ച്. സയൻറ്റിഫിക് റിസർച്ചിൻ്റെ സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞുതരാം. ഒരാൾ ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും അതിന് 7 അല്ലെങ്കിൽ 8 സ്റ്റേജുകളുണ്ടാവും, സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. ചില പുസ്തകത്തിൽ 10 സ്റ്റേജുകൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണെന്ത്? ഫോർമുലേഷൻ ഓഫ് ദ പ്രോബ്ലം. ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ ജനറൽ റിസർച്ച് ക്വസ്റ്റ്യൻ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഫോർമുലേഷൻ ഓഫ് ദ പ്രോബ്ലം എന്ന് പറയും. ആദ്യം എന്ത് ചെയ്യും? ഗവേഷകന് ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, എന്താണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. രണ്ടാമത് ലിറ്ററേച്ചർ റിവ്യൂ ആണ്. ലിറ്ററേച്ചർ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവേഷകൻ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടല്ലോ, ഈ പ്രോബ്ലത്തിൻ്റെ ബേസിൽ മുൻപ് നടന്നിട്ടുള്ള പഠനങ്ങൾ, റിസർച്ചുകൾ, പുസ്തകങ്ങൾ, ആർട്ടിക്കിളുകൾ, ഇതൊക്കെ വിശദമായിട്ട് പഠിക്കാം. അതിന് ശേഷം 3 ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സാങ്കല്പികമായിട്ടുള്ള ഉത്തരമാണ്, ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് നമ്മൾ ഗവേഷകൻ ഒരു ടോപ്പിക്ക്, ഒരു പ്രോബ്ലം സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഈ പ്രോബ്ലത്തിനുള്ള സാങ്കല്പികമായിട്ടുള്ള ഉത്തരമാണ് വരിക. അത് കഴിഞ്ഞിട്ട് 4-മത്തത് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഗവേഷകൻ്റെ ഒരു പ്ലാനാണ് എന്ത് പറയാം, റിസർച്ച് ഡിസൈൻ എന്ന് പറയാം. ഇനി എന്ത് ചെയ്യണം, ഏതെല്ലാം മെത്തേഡ് യൂസ് ചെയ്യണം, ഏത് ടൂളുകൾ യൂസ് ചെയ്യണം, എത്ര എക്സ്പെൻസ് വരും, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ട് റിസർച്ച് ഡിസൈന് നമുക്ക് കണക്കാക്കാം. അടുത്തത് 5 ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഗവേഷകൻ നേരിട്ട് ഫീൽഡിൽ പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെരിമെൻ്റൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടോ സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്തിട്ടോ പഠനം നടത്തുന്നതിനാണ് എന്ത് പറയുക, ഡേറ്റ കളക്ഷൻ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഡേറ്റ അനാലിസിസ്. കളക്ട് ചെയ്ത ഡാറ്റ അനലൈസ് ചെയ്യുന്നതിനാണ് എന്ത് പറയാം, ഡേറ്റ അനാലിസിസ് എന്ന് പറയാം. അടുത്ത് ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ. കൺക്ലൂഷൻ ഈ അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഫൈൻഡിങ്സ് എഴുതാം. പിന്നെ 8 റിപ്പോർട്ട് റൈറ്റിംഗ്. നമ്മൾ ശേഖരിച്ചു വെച്ച വിവരങ്ങളുണ്ടല്ലോ, അതിൻ്റെ ബേസിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണ് എന്താ പറയുക, റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയാം. ഈ ചോദ്യത്തിൽ ഇതെല്ലാം പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഉള്ളത് വെച്ചിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ്, അപ്പോൾ ഇതിൽ ആദ്യത്തേത് ഏതാണ് വരിക? യെസ്, എ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഫസ്റ്റ് വരിക. അത് കഴിഞ്ഞിട്ട് ഏതാ വരിക? യെസ്, റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ 2 വരുന്നു. പിന്നെ അടുത്തതോ? യെസ്, ഡേറ്റ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം യെസ്, ഡേറ്റ അനാലിസിസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ ആദ്യം എ ആണ്, പിന്നെ ബി ആണ്, അല്ലല്ലോ, എ കഴിഞ്ഞാൽ പിന്നെ ഡി ആണ്. അപ്പോൾ ഓപ്ഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ജസ്റ്റ് പറയാം, ഇവിടെ താഴെ പറയാം കേട്ടോ. ആദ്യം വരിക ഓപ്ഷൻ എ ആണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡി ആണ്, അത് കഴിഞ്ഞിട്ട് ബി ആണ്, അത് കഴിഞ്ഞിട്ട് സി ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു
ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഇൻ്റലിജൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അറേഞ്ച് ദ ഫോളോവിങ് ഇൻ്റലിജൻസ് ടെസ്റ്റ് അക്കോർഡിംഗ് ടു ദെയർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. നേരത്തെ നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം വന്ന ടെസ്റ്റുകൾ ഏതാണെന്ന രീതിയിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ബിനെറ്റ് ആൻഡ് സൈമൺ സിമ്പിൾ 30 ഐറ്റം ടെസ്റ്റ്, വിസ്ലർ ഇൻ്റലിജൻസ് ടെസ്റ്റ്, ആർമി ആൽഫ ടെസ്റ്റ്, ആർമി ബീറ്റ ടെസ്റ്റ്. ഈ 4 പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഇയർ വേണമെങ്കിൽ പറയാം. ആദ്യം ഓരോന്ന് പറയാം. ഫസ്റ്റ് ബിനെറ്റ് ആൻഡ് സൈമൺ സിമ്പിൾ 30 ഐറ്റം ടെസ്റ്റ്. ഇത് 1905 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ആർമി ആൽഫ ടെസ്റ്റ് 1917 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെസ്റ്റാണ്. പിന്നെ അതേ വർഷം തന്നെ ഡെവലപ്പ് ചെയ്തതാണത് 1917 തന്നെയാണ് ബീറ്റ ടെസ്റ്റും ഡെവലപ്പ് ചെയ്തത്. അത് ഇതിന് ശേഷം ഡെവലപ്പ് ചെയ്തതാണ്. ആൽഫ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ബീറ്റ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഡെവലപ്പ് ചെയ്തതാണ് വെസ്ലർ ഇൻ്റലിജൻസ് ടെസ്റ്റ് 1939. ഇതിൽ നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് നോക്കാം. ബിനെറ്റ് സൈമൺ സിമ്പിൾ 30 ഐറ്റം ടെസ്റ്റ്. ബിനെറ്റ് ആൻഡ് സൈമൺ സിമ്പിൾ 30 ഐറ്റം ടെസ്റ്റ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ 1905 ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ആൽഫ്രഡ് ബിനെറ്റും തിയോഡോർ സൈമണുമാണ് ഇവർ ഡെവലപ്പ് ചെയ്തത്. ഇവർ ഫ്രാൻസിലാണ് ഇവർ ഫ്രാൻസിലുള്ള സൈക്കോളജിസ്റ്റാണ്. ആരൊക്കെയാണ്? ആൽഫ്രഡ് ബിനെറ്റ് ആൻഡ് തിയോഡോർ സൈമൺ. ഇത് ഫസ്റ്റ് പ്രാക്ടിക്കൽ, ലോകത്തെ എല്ലായിടത്തും അംഗീകരിക്കപ്പെട്ട ഫസ്റ്റ് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ടെസ്റ്റാണ്. ലോകത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഇൻ്റലിജൻസ് ടെസ്റ്റിൽ ഒന്നാണിത്. ആദ്യത്തെ ഇൻ്റലിജൻസ് ടെസ്റ്റാണിത്. ഫസ്റ്റ് പ്രാക്ടിക്കൽ. മൈക്കൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്തോളൂ കേട്ടോ. ഇൻ്റലിജൻസ് ടെസ്റ്റ്. ഇത് ഫ്രാൻസ് ഗവൺമെൻറ് അവിടുത്തെ സ്കൂളിലെ കുട്ടികളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ എഡ്യൂക്കേഷണൽ അസസ്മെൻറ്റൊക്കെ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച ഒരു ടെസ്റ്റാണ്. ഫ്രാൻസ് ഗവൺമെൻറ് കമ്മീഷൻ ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റി ആണ് എന്ത് ചെയ്തത്, ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഫ്രാൻസിലാണ് ഡെവലപ്പ് ചെയ്തത്. ഫ്രാൻസ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് എന്താണ്, കുട്ടികളുടെ സ്കൂൾ ചിൽഡ്രൻസിൻ്റെ അവരുടെ എഡ്യൂക്കേഷണൽ അസസ്മെൻറ്റ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തു വന്നത്. ഇത് ഒരു തരത്തിലുള്ള 30 ടാസ്കുകൾ അടങ്ങുന്ന ഒരു ടെസ്റ്റാണ്. ഈ 30 ടാസ്കുകൾ, ഓരോ ടാസ്കുകളും അടുത്ത ടാസ്കുകൾ ഒരു ടെസ്റ്റിന് ശേഷം വരുന്ന ടെസ്റ്റ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും. ഇത് നമ്മൾ ചോദ്യങ്ങളല്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു വാക്കിൻ്റെ അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് പറയാം. അതുപോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ പേര് പറയാം.
ഇങ്ങനെ പലതരത്തിലുള്ള മെൻ്റൽ ഏജ് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ടെസ്റ്റുകളാണിത്. ഇത് 30 ടാസ്കുകളാണ്. 30 ടാസ്ക് ഓഫ് ഇൻക്രീസിങ് ഡിഫിക്കൽറ്റി ലെവൽ ഇങ്ങനെ കൂടി വരുന്ന 30 ടാസ്കുകളാണിത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റ് അടുത്ത ടെസ്റ്റ് രണ്ടാമത് ആർമി ആൽഫ ടെസ്റ്റ്. ആർമി ആൽഫ ടെസ്റ്റ് ഇത് 1917 യുണൈറ്റഡ് നേഷനാണ്, US ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. US വേൾഡ് വാർ ഫസ്റ്റിലായിരുന്നു. വേൾഡ് വാർ ഫസ്റ്റ് അല്ലേ എന്താണ് മിലിറ്ററി റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ടെസ്റ്റാണിത്. മിലിറ്ററി റിക്രൂട്ട്മെൻറ്റ്. മിലിറ്ററി നീഡ്സ്. ഇത് ഡെവലപ്പ് ചെയ്തത് ഒരു കമ്മിറ്റിയാണ്. അത് ലീഡ് ചെയ്തത് റോബർട്ട് യാർക്സ്. ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് എന്താണ്? ഇതൊരു റിട്ടൺ ടെസ്റ്റാണ്. ഓക്കെ, ഇത് സാധാരണ വെർബൽ ടെസ്റ്റാണ്. റിട്ടൺ ടെസ്റ്റാണ്. ഇത് ഇംഗ്ലീഷ് ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്ത ടെസ്റ്റാണ്. ലിറ്ററേറ്റ് ഇൻ ഇംഗ്ലീഷ്. ഇതിലിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മെഷർ ചെയ്യുന്നുണ്ട്. വെർബൽ എബിലിറ്റി, അതുപോലെ തന്നെ ന്യൂമറിക്കൽ കപ്പാസിറ്റി, ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഉണ്ടാക്കിയ മറ്റൊന്നാണ് ആർമി ബീറ്റ ടെസ്റ്റ്. ആർമി ബീറ്റ ടെസ്റ്റ് ഇത് സെയിം തന്നെയാണ്, പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്തത് എന്താണ് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ്. ഇല്ലിറ്ററേറ്റ് ഓർ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്ത ആർമി ജോലിക്ക് വേണ്ടിയിട്ട് വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെസ്റ്റാണിത്. ഇതോടൊപ്പം ബിനെറ്റ് സൈമൺ ടെസ്റ്റും ഒരേ സമയത്താണ് നടത്തിയിരുന്നത്, ഡെവലപ്പ് ചെയ്തിരുന്നത്. രണ്ടും സെയിം തന്നെയാണ്. ഇതൊരു നോൺ വെർബൽ ടെസ്റ്റാണ്. നോൺ വെർബൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പെർഫോമൻസ് ബേസ്ഡ് ടെസ്റ്റാണ്. നോൺ വെർബൽ ടെസ്റ്റ്, പെർഫോമൻസ് ബേസ്ഡ് ടെസ്റ്റ്. ഇപ്പോൾ അതിൽ മെയിനായിട്ട് വരിക പിക്ചർ കംപ്ലീഷൻ, അതുപോലെ തന്നെ ജിയോമെട്രിക് പസിലുകൾ,
അതുപോലെ തന്നെ മെയ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇപ്പോൾ നിങ്ങളിങ്ങനെ ഒരാളെ സെൻട്രൽ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മളിങ്ങനെ പല, അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ സഞ്ചരിച്ചിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താം. അതിനാണ് മെയ്സ് എന്ന് പറയുന്നത്. നമ്മൾ അറിയാലോ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ടെസ്റ്റാണ് വിസ്ലർ ഇൻ്റലിജൻസ് ടെസ്റ്റ്. വിസ്ലർ ഇൻ്റലിജൻസ് ടെസ്റ്റ് 1939 ഡെവലപ്പ് ചെയ്തത്. ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് വിസ്ലർ. ഇദ്ദേഹം സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചല്ലോ. ഇത് സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ് പ്രോപ്പറായിട്ട് ഇൻ്റലിജൻസ് അളക്കാൻ പ്രാപ്തമല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണിത്. ഇദ്ദേഹം സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ മുമ്പ്. അത് കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു ടെസ്റ്റാണ്. അപ്പോൾ അത് അഡൾട്ടായിട്ടുള്ള പ്രായപൂർത്തിയായ ആൾക്കാർക്ക് ഈ ടെസ്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെസ്റ്റാണിത്. അത് എന്താണ്, ഇത് മെയിനായിട്ട് അഡൾട്ട്സിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റാണ്. സ്പെഷ്യലി സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർ അഡൾട്ട്സ്. ഇതിൽ എത്രയാണ് ഇതിൽ വരുന്നത്? ഇതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ പറഞ്ഞു. ഫസ്റ്റ് വരുന്നത് ഓപ്ഷൻ എ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്നത് ഓപ്ഷൻ സിയും ഡിയുമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ചെറിയൊരു ഇതുണ്ട്, കറക്റ്റ്നെസ് ഉണ്ട്, മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് ശരിക്കും വരുന്നത്. ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇനി നിങ്ങൾക്ക് അറിയുന്നൊരു ചോദ്യമാണ്. മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറിയാണ്. ഈ നീഡ് ഹൈറാർക്കി തിയറി നമുക്കറിയാം. ഇദ്ദേഹം നീഡ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്താണ്, ഹൈറാർക്കി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ഹൈറാർക്കി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 5 നീഡ്സ്, ഹ്യൂമൻ നീഡ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിൽ ഏറ്റവും താഴത്തെ നീഡ്, ഫസ്റ്റ് നീഡ് വരുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്. രണ്ടാമത് വരുന്നത് സേഫ്റ്റി നീഡാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്. അത് കഴിഞ്ഞിട്ട് എസ്റ്റീം നീഡ്. അത് കഴിഞ്ഞിട്ട് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്.
ഇവിടെ ചോദ്യം എന്താണ് കറക്റ്റ് സീക്വൻസിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഏതാണ് വരിക? ഫിസിയോളജിക്കൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സേഫ്റ്റി, അത് കഴിഞ്ഞിട്ട് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് 3, അത് കഴിഞ്ഞിട്ട് ഓക്കെ എസ്റ്റീം 4, അത് കഴിഞ്ഞിട്ട് യെസ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇത് ഇടക്കിടക്ക് കാണുന്നതാണ് ഈ ചോദ്യം. ഇത് മാത്രമല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ 1-ലും പേപ്പർ 2-ലും ഒരേപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എനിക്ക് തോന്നുന്നു പേപ്പർ 1-ലാണ്. പേപ്പർ 1-ലും പേപ്പർ 2-ലും ഇത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിസർച്ചുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും. പേപ്പർ 1-ലും പേപ്പർ 2-ലും സെയിം തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ചില ടോപ്പിക്കുകൾ തിയറികൾ ഇതേപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഓക്കെ, എങ്കിൽ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.